റിപ്പോർട്ടർ ബിഗ് ബ്രേക്ക്. യൂത്ത് കോൺഗ്രസ് നാഷണൽ ഔട്ട്റീച്ച് സെൽ ചെയർമാൻ സ്ഥാനത്തു നിന്നും ചാണ്ടി ഉമ്മനെ നീക്കിയിരിക്കുന്നു. യൂത്ത് കോൺഗ്രസ് ദേശീയ കമ്മിറ്റിയുടേതാണ് പുറത്താക്കാനുള്ള തീരുമാനം. ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷിക ദിനത്തിലാണ് ചാണ്ടിയെ മാറ്റുന്ന തീരുമാനം വന്നത്. ഇന്ന് പുതുപ്പള്ളിയിൽ നടത്താനിരുന്ന ഔട്ട്റീച്ച് സെല്ലിന്റെ പരിപാടികൾ മാറ്റിയിരിക്കുകയാണ്. റോഷിപാലിന്റെ വിവരങ്ങളുമായി. റോഷിപാൽ, ഇന്ന് ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷിക ദിനത്തിൽ തന്നെ ചാണ്ടി ഉമ്മനെ ഔട്ട്റീച്ച് സെൽ ചെയർമാൻ സ്ഥാനത്തു നിന്നും നീക്കിക്കൊണ്ടുള്ള തീരുമാനം വരികയാണ്. എന്താണ് മനസ്സിലാക്കാനാവുന്നത്? എന്തിനു നീക്കി? സ്മൃതി, യൂത്ത് കോൺഗ്രസിന്റെ ഔട്ട്റീച്ച് സെല്ലിന്റെ ദേശീയ ചെയർമാനാണ് ഉമ്മൻചാണ്ടിയുടെ മകൻ കൂടിയായ ചാണ്ടി ഉമ്മൻ MLA ആയ ഘട്ടത്തിൽ ഈ പദവിയിൽ നിന്നും മാറ്റുമെന്ന ചില സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷേ ചാണ്ടി ഉമ്മന്റെ പ്രവർത്തനം പരിഗണിച്ച് പദവിയിൽ തുടരട്ടെ എന്ന നിലപാട് യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം എടുക്കുകയായിരുന്നു. ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷിക ദിനാചരണത്തിന്റെ തൊട്ട് തലേന്ന് രാത്രിയാണ് ഇത്തരമൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനാണ് ഈ കാര്യം ചാണ്ടി ഉമ്മനെ ടെലിഫോൺ വഴി അറിയിച്ചത്. പക്ഷേ തൽക്കാലം ഇത് പരസ്യപ്പെടുത്തുന്നില്ല എന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു. പക്ഷേ ഇന്ന് പുതുപ്പള്ളി ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷിക ദിനാചരണവുമായി ബന്ധപ്പെട്ട ഈ വൃക്കരോഗികൾക്ക് സഹായം നൽകുന്ന ചില പരിപാടികൾ അവിടെ ആസൂത്രണം ചെയ്തിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ ഈ ഔട്ട്റീച്ച് സെല്ലിന്റെ നേതൃത്വത്തിൽ. ആ പരിപാടി പോലും നടത്താൻ പാടില്ല എന്ന നിർദ്ദേശം യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ചാണ്ടി ഉമ്മന് നൽകി. അതുകൊണ്ട് ആ പരിപാടി ഉപേക്ഷിക്കേണ്ട സാഹചര്യം വന്നിരിക്കുകയാണ്. ഏതായാലും ഈ ഒരു തീരുമാനത്തിന് പിന്നിൽ സംസ്ഥാനത്തെ ചില നേതാക്കളുടെ ഇടപെടലുണ്ടെന്ന സംശയമാണ് ചാണ്ടി ഉമ്മന് ഒപ്പമുള്ള നേതാക്കൾ പറയുന്നത്. ഏതായാലും ഇന്ന് വലിയ പരിപാടികളാണ് പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മന്റെ നേതൃത്വത്തിൽ ആസൂത്രണം ചെയ്തിരുന്നത്. വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വിധേയമാകുന്ന വൃക്കരോഗികൾക്ക് ഡയാലിസിസ് കിറ്റ് വിതരണമാണ് ദേശീയ ഔട്ട്റീച്ച് സെല്ലിന്റെ നേതൃത്വത്തിൽ നടത്താൻ തീരുമാനിച്ചത്. വളരെ നേരത്തെ ആസൂത്രണം ചെയ്ത ഒരു പരിപാടിയായിരുന്നു. ആ പരിപാടി അടക്കം മാറ്റേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുന്നു. നേരത്തെ ഈ ഔട്ട്റീച്ച് സെല്ലിന്റെ സംസ്ഥാന കമ്മിറ്റിയും ദേശീയ നേതൃത്വം അത് പിരിച്ചുവിട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മനെ കൂടി ദേശീയ ഔട്ട്റീച്ച് സെല്ലിന്റെ ചെയർമാൻ പദവിയിൽ നിന്നും നീക്കം ചെയ്യാൻ തീരുമാനിച്ചു. ഇപ്പോൾ ചാണ്ടി ഉമ്മൻ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ടോ? എന്താണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇന്നത്തെ ദിവസം തന്നെ ഇങ്ങനെ ഒരു തീരുമാനം വന്നത്? സ്മൃതി, ഇക്കാര്യത്തിൽ വലിയ പ്രയാസമാണ് ചാണ്ടി ഉമ്മൻ പങ്കുവെക്കുന്നത്. കാരണം ഇത്തരമൊരു ദിവസം തന്നെ ഈ പദവിയിൽ നിന്ന് മാറ്റിയതിലുള്ള പ്രയാസം, അതിനപ്പുറത്തേക്ക് ആസൂത്രണം ചെയ്ത പരിപാടികൾ സംഘടിപ്പിക്കാൻ പറ്റാത്തതിലുള്ള പ്രയാസം, ചാണ്ടി ഉമ്മൻ ഒപ്പമുള്ള ഈ ഔട്ട്റീച്ച് സെല്ലിന്റെ ഭാരവാഹികളൊക്കെ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ട്. ഒരുപക്ഷെ അവർ പരസ്യമായി പ്രതികരിക്കാൻ സാധ്യതയുണ്ട്. ഇന്ന് ഈ ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷിക ദിനമായതുകൊണ്ട് ഇന്ന് തൽക്കാലം ചാണ്ടി ഉമ്മൻ ഈ കാര്യത്തിൽ പ്രതികരിക്കാൻ സാധ്യതയില്ല. പക്ഷേ ഇത്തരം ഒരു പദവിയിൽ നിന്നും നീക്കാൻ എന്താണ് കാരണമെന്ന് കൃത്യമായി യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ ചാണ്ടി ഉമ്മനെ അറിയിച്ചില്ല എന്ന ഒരു ആക്ഷേപവും ഉയരുന്നുണ്ട്. എന്തായാലും ഈ പ്രത്യേക ഒരു ദിവസം, ഈ ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷിക ദിനത്തിൽ തന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു നീക്കം ദേശീയ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാഗത്ത് ഉണ്ടായത് എന്ന ഒരു ചോദ്യം ഈ ഉമ്മൻചാണ്ടിയുടെ വിഭാഗം അല്ലെങ്കിൽ ചാണ്ടി ഉമ്മന്റെ വിഭാഗത്തിലെ പ്രധാനപ്പെട്ട യൂത്ത് കോൺഗ്രസ് നേതാക്കളൊക്കെ ഉയർത്തുന്നു. അത് വലിയൊരു പ്രതിഷേധത്തിന് വഴിവെക്കുമെന്ന കാര്യത്തിൽ, പാർട്ടിയിൽ വലിയൊരു പ്രതിഷേധത്തിന് വഴിവെക്കുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഏതായാലും ഇതിന് പിന്നിൽ ചില നേതാക്കളുടെ ഇടപെടലുണ്ട് എന്ന ആക്ഷേപം ഇതിനോടകം തന്നെ ചാണ്ടി ഉമ്മന് ഒപ്പമുള്ള യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ ഉന്നയിച്ചിരിക്കുന്നു. റോഷിപാൽ, ഇതിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ എങ്ങനെ പ്രതികരിക്കുന്നു ഈ വിഷയത്തിൽ? പ്രധാനപ്പെട്ട പല നേതാക്കളും ഈ കാര്യത്തിൽ അവർക്ക് വ്യക്തതയില്ല. ഒന്ന്, യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ കമ്മിറ്റിയാണ് ഇത്തരം ഒരു തീരുമാനമെടുത്തത്. കാര്യങ്ങൾ പരിശോധിക്കാം എന്നത് മാത്രം. പക്ഷേ എല്ലാവർക്കും ഇന്നത്തെ ദിവസം ഇത്തരം ഒരു തീരുമാനം വരേണ്ടതില്ലായിരുന്നു, അത്തരം ഒരു തീരുമാനം എടുക്കാൻ പാടില്ലായിരുന്നു എന്ന നിലപാട് തന്നെയാണ് കോൺഗ്രസിന്റെ നേതാക്കൾക്കൊക്കെ ഉള്ളത്. കാരണം അത് കോൺഗ്രസിന്റെ നേതാക്കളുമായി ആലോചിച്ചല്ല ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്നാണ് അവരുമായി ആശയവിനിമയം നടത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ കമ്മിറ്റി കീഴിലാണ് ഈ ഔട്ട്റീച്ച് സെൽ പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം നിരവധി പരിപാടികൾ ഔട്ട്റീച്ച് സെല്ലിന്റെ നേതൃത്വത്തിൽ പല സംസ്ഥാനങ്ങളിലും നടത്തുന്നുണ്ട്. കേരളത്തിൽ തന്നെ ചാണ്ടി ഉമ്മന്റെ നേതൃത്വത്തിൽ വ്യത്യസ്തമായ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ആ പരിപാടികൾക്കൊപ്പമാണ് ഇന്നും പരിപാടി പുതുപ്പള്ളിയിൽ സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് തന്നെ പലതരത്തിലുള്ള പരിപാടികൾ ചാണ്ടി ഉമ്മൻ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ ചാണ്ടി ഉമ്മനെ മാറ്റിയതിൻ്റെ ഒരു അനൗചിത്യമാണ് ഇവരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രവുമല്ല, MLA ആയത് കാരണമാണെങ്കിൽ നേരത്തെ ചാണ്ടി ഉമ്മനെ മാറ്റാമായിരുന്നു, അല്ലെങ്കിൽ അത് ചാണ്ടി ഉമ്മനെ ബോധ്യപ്പെടുത്തണമായിരുന്നു.
ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷിക ദിനം ഇന്ന് വിപുലമായി സംസ്ഥാനത്ത് ആചരിക്കുന്നുണ്ട് എന്ന കാര്യം ദേശീയ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ അറിയാം. അതറിഞ്ഞിട്ടും എന്തിനാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്ന ഒരു ചോദ്യമാണ് ചാണ്ടി ഉമ്മനൊപ്പമുള്ള ചാണ്ടി ബ്രിഗേഡായി പ്രവർത്തിക്കുന്ന നേതാക്കളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും ഒരുപക്ഷെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഈ വിഷയത്തിൽ പ്രതികരണം നേതാക്കളുടെ വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. ചാണ്ടി ഉമ്മൻ ഏതായാലും ഇന്ന് പ്രതികരിക്കാൻ സാധ്യതയില്ല എന്നാണ് ഒടുവിൽ അറിയാൻ കഴിയുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളുടെ പ്രതികരണം വരേണ്ടിയിരിക്കുന്നു. തീർച്ചയായും ഇതിൽ മുതിർന്ന നേതാക്കളുടെ പ്രതികരണം വരേണ്ടതാണ്. ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷിക ദിനത്തിൽ തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ നാഷണൽ ഔട്ട്റീച്ച് സെൽ ചെയർമാൻ സ്ഥാനത്തു നിന്നും ചാണ്ടി ഉമ്മനെ നീക്കിയത്. മാത്രമല്ല ഇന്ന് അവിടെ ഔട്ട്റീച്ച് സെല്ലിന്റെ പരിപാടികൾ കോട്ടയത്ത് നടത്താൻ ആലോചിക്കുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെയൊരു തീരുമാനം അദ്ദേഹത്തിൽ എത്തിയിരിക്കുന്നത്. റൂഷ്